കൂട്ടുകാരൻ നമ്മുടെ സുഗമോദേവി ഒരു കിടിലൻ എപ്പിസോഡ് തന്നെയായിട്ട് ഇന്ന് വരാൻ പോകുന്നത്. വേറെ ഒന്നുമില്ല, നമ്മുടെ മാധവന് നമ്മുടെ പ്രഭാവതി കടയിലൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞു വിടുന്നുണ്ടല്ലോ. ശേഷം നമ്മുടെ മാധവൻ തിരികെ വരുന്നത് നമ്മുടെ മീരയ്ക്കൊപ്പം ആട്ടോ. നമ്മുടെ മീരയും നമ്മുടെ മാധവന് സാധനങ്ങളൊക്കെ മേടിച്ചും എന്താ പറയുക കൂടിയും സാധനങ്ങളൊക്കെ ചുമന്നും കൂടെ ഹെൽപ്പ് ചെയ്ത് ഇങ്ങനെ വരിക. അപ്പോൾ നമ്മുടെ ചന്ദ്രോത്ത് ഇങ്ങനെ പ്രഭാവതി ഇങ്ങനെ നമ്മുടെ ചന്ദ്രോത്ത് വീടിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കുക. അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ മീരയും മാധവനും ഒരുമിച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കളിച്ചും ചിരിച്ചൊക്കെ വരുന്നു. നമ്മുടെ പ്രഭാവതി ഇത് കണ്ടപാടെ കലികളൊക്കെ നമ്മുടെ ഇവരുടെ അടുത്തോട്ട് വരികയും നമ്മുടെ മാധവന് കുറേ ചീത്തയും പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മീര പറയുന്നുണ്ട്, അങ്കിൾ ഇതൊന്നും കാര്യമാക്കണ്ട, ആൻറ്റി വലുതും പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിക്കോളൂ, അങ്കിൾ ഇതൊന്നും മൈൻഡ് ചെയ്യേണ്ട. നമ്മുടെ മീരയും കൂളായിട്ട് നമ്മുടെ മാധവനെ സമാധാനിപ്പിച്ചിട്ട് മീര എന്താ പറയുക കൂളായിട്ട് അങ്ങോട്ട് ഉള്ളിലോട്ട് കയറി പോകുന്നുണ്ട് കേട്ടോ. അപ്പുറത്ത് നമ്മുടെ ഗിരീഷിൻ്റെ അമ്മയെ കാണാൻ വേണ്ടി പോകാൻ നമ്മുടെ നന്ദനും ദേവിയും കൂടി നമ്മുടെ ഗിരീഷ് ഏട്ടൻ്റെയും രജനിയുടെയും കാര്യം പറയാനായിട്ട്, ഒരു വിവാഹകാര്യം പറയാനായിട്ട്. പക്ഷേ നമ്മുടെ ഗിരീഷിൻ്റെ അമ്മയുടെ ആ ഒരു എന്താ പറയുക മറുപടി അത്ര അങ്ങാട് ഇതായിട്ട് തോന്നുന്നില്ല. കാരണം നമ്മുടെ നന്ദൻ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഗിരീഷിൻ്റെ അമ്മ പറയുന്നുണ്ട്, എല്ലാവരും അറിയാനായിട്ട് MLA ഒന്നും അല്ലല്ലോ, MLA മോനല്ലേ, ആരറിയാനാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു പുച്ഛഭാവത്തോടുകൂടിയുള്ള ഒരു സംസാരമൊക്കെ ആട്ടോ നമ്മുടെ ഗിരീഷിൻ്റെ അമ്മയുടേത്. ഇനി അത് എന്താ പറയുക പോകെ ഇനി മര്യാദയ്ക്ക് സംസാരിക്കുമോ എന്നറിയില്ല. എന്തായാലും ആളറിയാത്തത് കൊണ്ടുള്ള ഒരു സംസാരമാണോ എന്നും അറിയില്ല. എന്തായാലും നമ്മുടെ ഗിരീഷിൻ്റെ അമ്മയുടെ ആ ഒരു തുടക്കത്തിലെ ഒരു സംസാരം ഒട്ടും ശരിയായിട്ടില്ല. അപ്പം നമ്മുടെ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ദേവി നന്ദനും ഒരു എന്താ പറയുക മുഖവും ബാഡിയ പോലെയും കാണിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ എപ്പിസോഡിൽ. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഇനി നമ്മുടെ ഗിരീഷിൻ്റെ അമ്മയായിരിക്കും ഈ കല്യാണത്തിന് ഇടങ്കോലിടാൻ നമ്മുടെ പ്രഭാവതിക്കൊപ്പം ഉണ്ടാകുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം കേട്ടോ. കാരണം നമ്മുടെ സ്വന്തം ആ ഒരു മകൻ്റെ ജീവിതം ഇത്ര നാൾ എന്താ പറയുക ഇല്ലാതാക്കിയ ഒരു പെണ്ണാണല്ലോ നമ്മുടെ രജനി. അവരുടെ ഒരു കാഴ്ചപ്പാടില്ല. അപ്പോൾ നമ്മുടെ രജനിയോടുള്ള അവർക്ക് ഒരു ദേഷ്യം ഉണ്ടാകുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.